ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയതായിട്ട് അപ്കമ്മിങ് ആയിട്ട് വരുന്ന മൂവീസൊക്കെ എങ്ങനെ HD ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പല മൂവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ റിലീസിങ് ആവാത്ത ചില മൂവീസൊക്കെയാണ്, റിലീസായിട്ടുണ്ടാവുന്ന ചില മൂവീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ടെലഗ്രാമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ടെലഗ്രാം കൂടാതെ തന്നെ നമുക്ക് വേറെ പല സൈറ്റുകളിൽ നിന്നും നമുക്ക് പുതിയ മൂവീസ്, അപ്കമ്മിങ് ആയിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ റിലീസിംഗ് ആയിട്ടുള്ള മൂവീസൊക്കെ നല്ല HD ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ് ടെലഗ്രാമിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും പുതിയ റിലീസിംഗ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അനുസരിച്ച് നിങ്ങൾക്ക് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് മെത്തേഡ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ മ്യൂട്ടറൻറ്റ് എന്ന് പറഞ്ഞൊരു ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മ്യൂട്ടറൻറ്റ് നിങ്ങളിവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ സിനിമയൊന്നും ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനിട്ടിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് അപ്കമ്മിങ് ആയിട്ടുള്ള മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ പോകേണ്ട ഒരു സൈറ്റാണ് മൂവി റൂൾസ് എന്ന് പറയുന്നത്. MOVIERULZ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒത്തിരി മൂവീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെ ഞാൻ മലയാളം മൂവീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോൾഡ് കേസ് പോലെയുള്ള മൂവീസൊക്കെ നിങ്ങൾക്ക് സാറ, മാലിക്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് മൂവീസ്, ലാസ്റ്റ് 2 days അങ്ങനെയുള്ള കുറച്ച് അപ്കമ്മിങ് പുതിയ മൂവീസ് നായായിട്ട് അങ്ങനെയുള്ള കുറേ മൂവീസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. മലയാളം മൂവീസ് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് പൊക്കത്ത് ധാരാളം ഓപ്ഷൻസ്, ടാബ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഹോളിവുഡ് മൂവീസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രമല്ല, ഇവിടെ നമുക്ക് അതായത് 2010 തൊട്ട് 2021 വരെയുള്ള മൂവീസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോഞ്ചുറിങ് 3 പോലെയുള്ള മൂവീസൊക്കെ നമുക്കിവിടെ ഇപ്പോൾ 2001 ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 2021 റിലീസായിട്ടുള്ള മൂവീസൊക്കെയാണിത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മൂവിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും 3 ഓപ്ഷൻസ്. അതായത് 1080 പിക്സൽ ആണെങ്കിൽ 1.9 GB ആണെന്ന് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ 800 MB ഫയലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ 720 പിക്സൽ ക്വാളിറ്റിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലൊരു പോപ്പപ്പ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഓപ്പൺ വിത്ത് മ്യൂട്ടറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മ്യൂട്ടറൻറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ മ്യൂട്ടറൻറ്റ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ, മ്യൂട്ടറൻറ്റ് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നിങ്ങളുടെ ഡൗൺലോഡ് ലൊക്കേഷൻ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ മൂവിയുടെ പേരും കാര്യങ്ങളൊക്കെ ദി കോഞ്ചുറിങ് 3 എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 787 MB ആണ്. ഏകദേശം റൗണ്ട് ചെയ്യുമ്പോൾ 800 MB ആയിരിക്കും. അപ്പോൾ അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഡൗൺലോഡ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഡൗൺലോഡ് സ്പീഡ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും 3658 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല സീഡിങ് ഉള്ള ഒരു ഫയലാണ് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡൗൺലോഡ് സ്പീഡ് ഇപ്പോൾ 100 KB മുകളിൽ ഡൗൺലോഡ് ആവുന്നത്. ഇപ്പോൾ സീഡ് ചിലപ്പോൾ കുറവുള്ള ഫയൽസൊക്കെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇടുന്നതെങ്കിൽ ഡൗൺലോഡ് സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോഴ്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഒരു ഫോഴ്സ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ F എന്ന് പറഞ്ഞ ഇവിടെ ഡൗൺലോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫോഴ്സ്ഫുള്ളി ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഡൗൺലോഡ് സ്പീഡ് ഒന്നും കൂടി 280 ഇപ്പോൾ 300 KB അടുത്ത് ഇതാണ്. എൻ്റെ ഒരു നെറ്റ്വർക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ 300 KB/s ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് കിട്ടുക. അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി സ്പീഡിൽ ഇത് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു സമ്മറിയും കാണാനായിട്ട് കഴിയും. എത്രത്തോളം MB ഡൗൺലോഡ് ആയി, അതിൻ്റെ സ്പീഡ് എത്രയാണ്, ഡൗൺലോഡ് സ്പീഡ് എത്രയാണ്, അപ്ലോഡ് സ്പീഡ് എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ സീഡിങ്ങും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ CD 8 of 9 കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് കഴിയും.
അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് അപ്കമിങ് ആയിട്ടുള്ള മൂവീസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇത് കൂടാതെ തന്നെ വേറെ ഒരു സൈറ്റാണ് YTS എന്ന് പറയുന്നത്. പക്ഷേ YTS എന്ന് പറഞ്ഞ ഒരു സൈറ്റ് നമുക്ക് ക്രോമിലോ അല്ലെങ്കിൽ സാധാരണ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഒരിക്കലും ഓപ്പൺ ആക്കാനായിട്ട് കഴിയില്ല. അതിന് VPNന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് YTS പോലെയുള്ള സൈറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി YTS. നേരത്തെ YTS സാധാ ബ്രൗസർ ഓപ്പൺ ആക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാനൊരു ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് ഒരു VPN കണക്ടിവിറ്റി ഉള്ള ഒരു VPN ഫീച്ചറുള്ള ഒരു ബ്രൗസറാണ്. അത് ഒപ്പേറ എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ബ്രൗസറാണ്. ഈ ഒരു ഗെയിമിംഗ് ബ്രൗസർ ഡൗൺലോഡ് ആഗ്രഹമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗസറാണ്, നല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ബ്രൗസറാണ്. ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ CPU റാമിൻ്റെ ഒക്കെ യൂസേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. മാത്രമല്ല VPNന്റെ സഹായമുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു ഫീച്ചർ. അപ്പോൾ ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് YTS എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ YTS ആദ്യത്തെ 2 ലിങ്ക് ഓപ്പൺ ആക്കുക. ആദ്യത്തെ ലിങ്ക് എന്ന് പറഞ്ഞാൽ YTS.rs ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ YTS.vc എന്നാണ്. ഇപ്പോൾ VC നമുക്ക് വേണ്ട. അതുകൂടാതെ നമുക്ക് മൂന്നാമത്തെ YTS.movies എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. രണ്ടും നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. മൂവീസൊക്കെ കാണാനായിട്ട് നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു മൂവി, ആക്ഷൻ മൂവി, അത്യാവശ്യം 7.3 റേറ്റിംഗ് ഉള്ളൊരു മൂവിയാണ് കിങ്ഡം എന്ന് പറയുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു മാഗ്നറ്റിൻ്റെ 720 പിക്സൽ 1080 പിക്സലിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഈ ഒരു മാഗ്നറ്റിൻ്റെ ചിഹ്നമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലൊരു വിൻഡോ അല്ല ഒരു ചെറിയൊരു അലർട്ട് ഓപ്പൺ ആയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇവിടെ ഓപ്പൺ മ്യൂട്ടോറൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും സിനിമ മാത്രമുള്ള സബ് ടൈറ്റിൽ ഉൾപ്പെടെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഈ ഒരു ബ്രൗസറിൽ VPN ഓൺ ആക്കേണ്ട വിധം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ഒപ്പേറ ഗെയിമിംഗ് ബ്രൗസറാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വലത്ത് ഭാഗത്ത് റൈറ്റ് സൈഡിൽ മുകളിൽ ഈ ഒരു ആരോ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ VPN എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എനേബിളിംഗ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അലർട്ടായിരിക്കും കാണിക്കുന്നത്. VPN ബ്രൗസ് വിത്ത് VPN ടു പ്രിവെൻറ്റ് തേർഡ് പാർട്ടീസ് ഫ്രം ട്രാക്കിംഗ് യു. അപ്പോൾ അങ്ങനെ ഒരു ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ ഓൾറെഡി VPN ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഡിസേബിൾ ആണെങ്കിൽ നിങ്ങളിത് ഇതുപോലെ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ബൈപാസ് VPN ഫോർ ഡീഫോൾട്ട് സെർച്ച് എഞ്ചിൻ അതും വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് കിട്ടാത്ത സൈറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഒപ്പേറ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വേറെ സൈറ്റുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന സൈറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ലിങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂട്ടറിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ടതും പിന്നെ ഒപ്പേറയുടെ ഗെയിമിംഗ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യേണ്ട എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അധികം ഒത്തിരി ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. അപ്പോൾ വീഡിയോ ഉണ്ടേവർക്ക് നന്ദി. ബൈ.